അച്ചൂട്ടാ, എന്താ പറ്റിയേ? ഇവിടുന്ന് നമ്മൾ നാളെയോ മറ്റന്നാളോ പോവും. അപ്പോൾ അച്ഛൻ മോൻ എന്താ വാങ്ങിത്തരേണ്ടേ? ഒരു ഒന്നാം തരം ക്രിക്കറ്റ് ബാറ്റ്. എനിക്ക് ക്രിക്കറ്റ് ബാറ്റ് അല്ല വേണ്ടേ, കൊതുവിന് കൊല്ലുന്നൊരു ബാറ്റാ. ഒന്ന് ആഞ്ഞു വീശിയ 100-200 കൊതുകുകൾ ചത്തു വീഴുന്ന നല്ലൊരു ബാറ്റ്. എന്റെ എത്ര ദിവസാ പോയെ. അമ്മിണി ടീച്ചർ എത്ര പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും, കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്താ അച്ചു, അച്ഛനോട് എന്താ പറയുന്നേ? ഇവിടുന്ന് പോകുമ്പോൾ ഒരു കൊതുവിനെ കൊല്ലുന്ന ബാറ്റ് വാങ്ങണമെന്നാ. അച്ചുവിനെ ഈ ആശുപത്രി ഇന്ന് കൊതുക് കടിക്കാറുണ്ടോ? ഇല്ല. അതെന്താ കടിക്കാത്തെ? ഇവിടുത്തെ ആളുകളെല്ലാം ബാറ്റും പിടിച്ച് കൊതുകിനെ കൊല്ലാൻ നടക്കുകയാണോ? അതിനിവിടെ കൊതുകില്ലല്ലോ. അതെന്താ കൊതുകില്ലാത്തെ? ഞങ്ങളിവിടെ കൊതുകിനെ വളർത്തുകയോ അവയ്ക്ക് ഭക്ഷണം നൽകുകയോ ചെയ്യാറില്ല. അതുകൊണ്ടല്ലേ ഇവിടെ ആരെയും കൊതുക് കടിക്കാത്തെ. സിസ്റ്റർ, ഒന്ന് ടെമ്പറേച്ചർ നോക്കൂ. ആ, കുമാരേട്ടൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ബീഡി വലിയും പുകയിലെ മുറുക്കും ഇന്ന് തന്നെ ഒഴിവാക്കിയേക്കണം. ഇല്ലെങ്കിൽ ഒരു മരുന്നിനും പിന്നെ രക്ഷിക്കാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? മോൻ. സർ, യെസ്. ടെമ്പറേച്ചർ നോർമലാ.
അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒ പിയിലേക്ക് വരും. வாடி சீக்கிரம் வாடி சீக்கிரமா. ஐயோ அத்தா என் குழந்தை காப்பாத்துங்கோ. എന്താ എന്തു പറ്റി? என் குழந்தைக்கு ஜோன் பிடிச்சாச்சுப்பா. അകത്ത് കിടത്തു. മാറിവച്ചു. എന്തു പറ്റി? കുട്ടിക്ക് നല്ല പനിയാണ്. മാറിവച്ചു. പനി പിടിച്ചാച്ച്. പനി പിടിച്ചാച്ച്. ഡോക്ടറെ നിങ്ങൾ കൗണ്ടറിൽ നിന്ന് കുട്ടിയുടെ പേരിൽ ഒരു ചീട്ടെടുക്കും. ശരി. ഒരു മാറുത്തു. ഏയ് എവിടെ തുപ്പി വൃത്തിയാടാക്കരുത്, പുറത്ത് പോയി തുപ്പു. വയസ്സെത്ര? 7 വയസ്സ്. സ്റ്റോറിന്ന് മരുന്ന് കൊടുത്താച്ചപ്പോ 3 നാൾ കൊടുത്താച്ചപ്പോ അയ്യങ്കോവിലേക്ക് കാണിക്ക കൊടുത്താച്ചു. നിങ്ങൾ വേവലാതിപ്പെടാതിരിക്കൂ. ശരി അയ്യ. കുഴപ്പമൊന്നുമില്ല. ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. സിസ്റ്റർ ഇവരെ അഡ്മിറ്റ് ചെയ്തേക്കും. ശരി ഡോക്ടർ. സർ. ആ വരൂ വരൂ. നാലഞ്ച് ദിവസം അവധി എടുക്കേണ്ടി വന്നു അല്ലേ? ശരിക്കും നിങ്ങളുടെ ആ ഏരിയയിൽ ഡെങ്കിപ്പനി വരാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ 2 കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സമൂഹത്തിൽ ഉന്നത നിലയിൽ ജീവിക്കുന്നവരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് അവിടെ താമസം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതിന് കാരണക്കാർ ഞങ്ങൾ തന്നെയാണ് ഡോക്ടർ. വീടിന് ചുറ്റും വലിയ മതിലുകൾ കെട്ടിയുയർത്തി ഒരു സാമ്രാജ്യം തീർക്കുകയായിരുന്നു ഞങ്ങൾ.
അവിടുന്ന് ലഭിച്ച ലഘുലേഖ വായിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത്. ഉം. എന്റെ വീട്ടുപറമ്പ് മാത്രമല്ല, അടുക്കള പോലും കൊതുക് വളർത്തു കേന്ദ്രമായിരുന്നു. തിരക്കിൽ എനിക്കോ ഭാര്യക്കോ ഒന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എന്റെ കാര്യം മാത്രമല്ല, ഞങ്ങളുടെ ഏരിയയിലെ മുഴുവൻ വീടുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അറിയാം, കൊതുകുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം അവയുടെ ഉറവിടങ്ങളെ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മളാരും അതിന് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാറില്ല. നമ്മുടെ മുറ്റത്തെ ചെടിച്ചട്ടിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പോലും പതിനായിരക്കണക്കിന് കൂത്താടികൾ വളരുന്നുണ്ട്. സാർ, അങ്ങനെയാണെങ്കിൽ ഈ ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. ഇവ സാധാരണ മുട്ടയിട്ട് പെരുകുന്നത് ശുദ്ധജലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ പരിസരവും വീടിന്റെ പരിസരവും ഒക്കെ ശ്രദ്ധിക്കുക. ശരി സാർ. ഓക്കെ. அம்மா கவலைப்பட வேண்டாம். மாறுவத்துக்கு ஜுரம் பிடிச்சாச்சு. டெங்கி ஜுரம், பிளட் செக் பண்ணியாச்சு. டாக்டரே பறந்துருக்கு, மருந்து കഴിച്ചാல் போதும்னு. என்னது? சரிம்மா. அப்படியா? கொதுகா? ஒரு நாள் ஒரு மருந்தடிக்க வந்தாச்சு. அந்த ஆளுகளை மேற்றி நான் தெரிஞ்சாச்சுப்பா, தெரிஞ்சாச்சு. ആ എന്താ മുനിയാണ്ടി? ஐயா, അന്ന് ഞങ്ങൾ മരുന്നടിക്കാൻ വന്നപ്പോ എന്തൊക്കെ പുകലായിരുന്നു കാണിച്ചത്. ചപ്പുചവറുകൾ വലിച്ചെറിയെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ മുഖത്ത് നോക്കി വലിച്ചെറിഞ്ഞു. ഇപ്പൊ മകൻ അസുഖം വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായതല്ലേ? மன்னிச்சிடுங்கோ சாமி, மன்னிச்சிடுங்கோ. அது வந்து சாராயத்தை குடிச்சு. സാരമില്ല, ഇനിയെങ്കിലും വീണ്ടും പരിസരം ഒന്ന് വൃത്തിയാക്ക്. சரி ஐயா. അഞ്ചാം വാർഡിലെ മുനിയാണ്ടിയുടെ മകൻ മാരിമുത്തുവിനെ ഡെങ്കിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിപ്പോ അവിടുത്തെ രണ്ടാമത്തെ കേസാണ്. സ്ക്വാഡ് വർക്കും പ്രതിരോധ പ്രവർത്തനങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കേണ്ടതാണ്. പ്രസ്തുത പ്രദേശത്തെ ആശാ വർക്കറെയും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കും. ആ ശേഖരേട്ടാ, വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി നാളെ തന്നെ വിളിച്ചു ചേർക്കണം. ആ നിങ്ങളില്ലാതെ എങ്ങനെയാ? വാർഡ് മെമ്പർ എന്ന നിലയിൽ നിങ്ങൾ കൂടിയേ തീരും. ശരി ശരി, അപ്പോൾ നാളെ 10 മണിക്ക്. ഇങ്ങ ആരും ഇല്ലേ? എന്നെ വേണോ? ഇത് മുനിയാണ്ടി വീട് താനേ? അവർ ആശുപത്രി പോയിരിക്കും. ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വരുന്നതാ. മാരിമുത്തുവിന്റെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിയാൻ. നിങ്ങൾക്ക് മലയാളം അറിയാമോ? തെരിയും, നീ കേട്ടുക്കോ, ചോദിച്ചോ, എന്നാ അറിയേണ്ടത്? മാരിമുത്തുവിന് 3-4 ദിവസം മുമ്പാണല്ലോ പനി വന്നത്. കുട്ടി ദൂര സ്ഥലത്ത് എവിടെയെങ്കിലും പോയിരുന്നോ? അത് വന്ന്
ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് തന്നെ കുറ്റമാണ്. നല്ല ഭക്ഷണം, സുരക്ഷിതത്വം ഇത് കുട്ടിയുടെ അവകാശമാണ്. കുട്ടികൾക്ക് കുടിക്കാൻ ശുദ്ധവെള്ളം തന്നെ കൊടുക്കണം. അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കൊടുക്കണം. എടേ, പിരിവുകാരാണെന്നാ തോന്നുന്നു. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഇതാര്? നമ്മളെ സിസ്റ്റർ സാറുമല്ലേ? നിങ്ങളൊന്നിങ്ങ് വന്നേ. ആ വരുന്നു. ആ എന്താ സാർ വിശേഷിച്ച്? സരള ചേച്ചി, ഞങ്ങൾ എന്തിനാ വന്നതെന്ന് മനസ്സിലായോ? ഈ പ്രദേശത്ത് 1-2 കുട്ടികൾക്ക് ഡെങ്കിപ്പനി ബാധിച്ചതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ കുട്ടികളുടെ വീടുകളിൽ പോയി രോഗവിവരം ശേഖരിക്കുകയും രോഗപകർച്ചയ്ക്കുള്ള സാധ്യതാ പഠനം നടത്തുവാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. കൂട്ടത്തിൽ ഡെങ്കിപ്പനിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന ഉദ്ദേശം കൂടിയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ലഘുലേഖ തരാം. അതെ സാറേ, നമ്മുടെ ഇവിടെ അങ്ങനത്തെ പനിയൊന്നും വരാൻ സാധ്യതയില്ല. അങ്ങനെ തീർത്തു പറയാനൊന്നും പറ്റില്ല. കാരണം കൊതുകിൽ കൂടിയാണ് രോഗം പകരുന്നത്. കൊതുക് വളരാനുള്ള നിരവധി സാഹചര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട് കാണാറേട്ടാ. ഡെങ്കിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനമായും 4 തരം വൈറസുകളാണ് ഉള്ളത്. ഇതിലേതെങ്കിലും വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ ഡെങ്കിപ്പനി ഉണ്ടാകും. ആദ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ലക്ഷണങ്ങൾക്കനുസരിച്ച് ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും. എന്നാൽ ഇതേ വ്യക്തിക്ക് ആദ്യം ഡെങ്കിപ്പനി ഉണ്ടാക്കിയ വൈറസ് അല്ലാതെ മറ്റ് 3 വൈറസുകളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് രോഗം വീണ്ടും ഉണ്ടായാൽ അത് ഗുരുതരമാകും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ സ്വയം ചികിത്സ ചെയ്യാതെ വിദഗ്ധ ഡോക്ടറുടെ സേവനം ഉടനടി തേടണം. നാളെ 2 മണിക്ക് ഇവിടെ വായനശാലയിൽ വിശദമായൊരു ക്ലാസ് വെച്ചിട്ടുണ്ട്. 2 പേരും നിർബന്ധമായും ക്ലാസ്സിൽ പങ്കെടുക്കണം. എന്നാൽ ശരി. ആയിക്കോട്ടെ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. പുകയിലയുടെ ഉപയോഗം ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകാം. അറിയാം സാറേ. പിന്നെ കൊതുകടിയിൽ നിന്ന് രക്ഷ നേടാൻ പുകയിടുന്നതിന് പകരമാ സാറേ. ഓ അത് ശരി. ഇന്നത്തോടുകൂടി നിർത്തി. നന്നായി, നല്ല തീരുമാനം. ഇപ്പൊ ടാപ്പിംഗ് നിർത്തിയ സമയമാണല്ലേ? അതെ സാർ. ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്നാൽ ഇതാ കണ്ടല്ലേ, 1000 അല്ല 10000 കൂത്താടികൾ ഈ ഒരു ചിരട്ടയിൽ നിന്നുണ്ടാകും. ഈ പ്രദേശം മുഴുവൻ ഡെങ്കിപ്പനി വരുത്താൻ ഇത് മതി.
ശരിയാ സാറേ, അറിയാഞ്ഞിട്ടുമല്ല. പിന്നെ പക്ഷെ ചെയ്യാനൊരു മടി പോലെ. മറ്റാരോ ഒന്ന് ചെയ്തു തരണ്ടേന്നില്ല തോന്നില്ലല്ലേ? അല്ലപ്പ. വർഗീസേട്ടാ, ജനങ്ങളുടെ ആരോഗ്യരക്ഷയ്ക്ക് ഒരു വകുപ്പ് തന്നെയുണ്ട്. ഓ. രാവെന്നോ പകലെന്നോ നോക്കാതെ ജോലി ചെയ്യുന്ന ഞങ്ങളുമുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമായില്ല. ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഇതിനോടൊപ്പം ആവശ്യമാണ്. ആയിക്കോട്ടെ. അപ്പോ ഞങ്ങൾ ഇറങ്ങുന്നു. ഓ ശരി. എത്രയായി? 70. മോനെ, ആ, അച്ചു, എന്താ നീ നോക്കുന്നേ? അമ്മേ, ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഇവിടെ മുഴുവൻ കൊതുകുകളായിരുന്നു. ഇനി നമുക്കിവിടെ പൂമ്പാറ്റകളെ വളർത്തണം. പൂമ്പാറ്റകൾ. പൂമ്പാറ്റകളോ? അതെങ്ങനെ? ആ, പൂക്കൾ വിരിഞ്ഞ പൂമ്പാറ്റകൾ ഉണ്ടാവും. അമ്മേ, മഴ. അച്ചു, അകത്തേക്ക് വാ. സമയത്ത് അച്ചുവിനെ ആശുപത്രിയിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഈ മഴ നമുക്കിപ്പോ കണ്ണീർ മഴയായേനെ. അതായില്ലല്ലോ തങ്കമണി.